സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബട്ടർഫ്ലൈ ബുഷ് അഥവാ ബഡ്ലിയ പ്ലാന്റ് എന്നറിയപ്പെടുന്ന ചെടിയാണ്. ഇതിൻ്റെ പല വെറൈറ്റികളുണ്ട്, പല കളറിലുള്ള ചെടികളുണ്ട്. എൻ്റെ കയ്യിലുള്ളത് ഒരു ലാവണ്ടർ കളറിലുള്ള ഒരു ഷെയ്ഡാണ്. ഇതിൻ്റെ വെള്ള, മജന്ത, ഡാർക്ക് വയലറ്റ് ഇങ്ങനെ പല വിഭാഗമുണ്ട്. എൻ്റെ കയ്യിലുള്ളത് ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ ലെൻഡാന ചെടികളിങ്ങനെ പൂങ്കിലായിട്ട് വന്നാലുള്ള ഒരു ഇഫക്റ്റാണ് ഉള്ളത്. പക്ഷേ ലെൻഡാന ചെടികളുടെ പൂക്കളെക്കാട്ടിലും ചെറിയ പൂക്കളാണിത്. ഈ ചെടി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ലോലമായ ഒരു ചെടിയാണ്. പക്ഷേ ആ ചെടിക്ക് താങ്ങാനാകാത്ത അത്രയും വലിയ ഒരു എന്താ പറയുന്നൊരു പൂങ്കിലയാണ് ഇതിലുണ്ടാകുന്നത്. പെട്ടെന്ന് എനിക്ക് കാണുമ്പോഴത്തേക്കും ഇത് കാണുമ്പോൾ നമ്മൾ റോക്കറ്റൊക്കെ ഇരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ഷേപ്പിലുള്ള ഒരു പൂങ്കില. നമ്മൾ വിചാരിക്കും എങ്ങനെ ഈ പൂങ്കില താങ്ങുമെന്നൊക്കെ വിചാരിക്കും. ചിലതൊക്കെ ചെറുതായിട്ടാണ് വരുന്നത്, ചിലതൊക്കെ നല്ല വലിപ്പത്തിൽ നീളത്തിലാണ് വരുന്നത്. വളരെ ലോലമായ ചെടിക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള പൂങ്കില തന്നെ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണിത്. ഈ പൂങ്കില വിരിയാനായിട്ടൊക്കെ നല്ല ഒരു 2 ആഴ്ച സമയമൊക്കെ എടുക്കും. താഴേന്ന് സാധാരണ പൂങ്കിലകളിലൊക്കെ ഉണ്ടാകുന്ന പോലെ താഴേന്ന് വിരിഞ്ഞിട്ട് അറ്റത്തേക്ക് വന്നിട്ട് പുതിയ പൂക്കളിങ്ങനെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഷെയ്പ്പൊക്കെ തന്നെ ഉണ്ടല്ലേ സാധാരണ മറ്റുള്ള ചെടികളിലെ പൂങ്കിലകളിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ടാണ് നിൽക്കുന്നത്. നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. ഈ പേര് വരാൻ കാര്യം തന്നെ ഈ ബട്ടർഫ്ലൈസ് ഇതിൻ്റെ അടുത്തുനിന്ന് മാറത്തില്ല. അതുപോലെ എപ്പോഴും ഇഷ്ടംപോലെ തേനുള്ളതുകൊണ്ടായിരിക്കും എപ്പോഴും ബട്ടർഫ്ലൈസ് ഇതിൻ്റെ കൂടെ ആണ് നിൽക്കുന്നത്. ഇപ്പം ഞാൻ വീഡിയോ എടുത്ത സമയത്ത് ബട്ടർഫ്ലൈസ് ഒന്നും ഇല്ല. അല്ലാത്ത സമയത്ത് എപ്പോഴും ബട്ടർഫ്ലൈസും പലതരത്തിലുള്ള വണ്ടുകളും ഒക്കെ ഇതിൻ്റെ കൂടെ നിൽക്കും. നല്ലൊരു മണവുമാണ് ഈ ചെടിക്ക്. ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിച്ച ചെടിയാണിത്. ചെറിയൊരു തൈക്ക് ഏകദേശം 150 രൂപയൊക്കെ കൊടുത്ത് വാങ്ങിച്ചതാണ്. ആദ്യമൊക്കെ ഈ ചെടി ഇങ്ങനെ നമ്മുടെ കാലാവസ്ഥയിലൊക്കെ പൊരുത്തപ്പെട്ട് വരാനായിട്ട് സമയമെടുത്തു. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല രീതിയിലാണ് പിന്നെ അതൊന്ന് പിടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല രീതിയിൽ എനിക്ക് ഫ്ലവർ തരുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ 2 വെറൈറ്റിയാണുള്ളത്. ഇതിൻ്റെ വെള്ളയും ഉണ്ട്. വെള്ളയ്ക്കാണ് ഇതിനേക്കാട്ടിലും കൂടുതൽ മണമുള്ളത്. പക്ഷേ മണം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊരു മണമല്ല, ഒരു രൂക്ഷഗന്ധമാണ് വെള്ളയ്ക്ക്. ഇതിൻ്റെ മണം അത്ര കുഴപ്പമില്ല. എന്തായാലും കാണാൻ വളരെ മനോഹരമായിട്ടുള്ളൊരു ചെടിയാണ്. ഇതിൻ്റെ തണ്ട് വെച്ചിട്ടാണ് പ്രൊപ്പഗേഷൻ എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ പുതിയൊരു ചെടി ആയതുകൊണ്ട് ഞാൻ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അതുമാത്രമല്ല എപ്പോഴും ഏതെങ്കിലുമൊക്കെ പൂങ്കിലകളിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അത് മുടിക്കാനും നമുക്കൊരു വിഷമം തോന്നിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ തണ്ട് നട്ട് നോക്കണം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, അത്യാവശ്യം വെള്ളം കൊടുക്കണം. ഓവർ വാട്ടറിങ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇത് ചെടി ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ സാധാരണ രീതിയിലുള്ള ചാണകപ്പൊടി അങ്ങനെയൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. എനിക്കെന്തായാലും നല്ല രീതിക്ക് ഫ്ലവർ തരുന്നുണ്ട്. ഈ ഒരു പൂങ്കിലകൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്കത് കട്ട് ചെയ്ത് വിടുകയാണെങ്കിൽ അവിടെ നിന്ന് പുതിയ ശാഖകളൊക്കെ ഉണ്ടായിട്ട് പിന്നെയും പുതിയ പൂക്കളൊക്കെ വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസ് എല്ലാം അറിയിക്കുക. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.